എല്ലാവർക്കും നമസ്കാരം. ആൽബനി ഫിസിയോയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിലേ നമ്മുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ TKR, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഏത് സാഹചര്യങ്ങളിലാണ് ചെയ്യുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ആവശ്യകതയുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാധാരണ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ധാരാളമായിട്ട് വരുന്നുണ്ട്. കാര്യം എൻ്റെ ക്ലിനിക്കിലേക്ക് തന്നെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ TKR കഴിഞ്ഞ പേഷ്യൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് നമ്മുടെ മുട്ടുകളുടെ തേയ്മാനം ഒരു ലെവലിൽ കൂടിക്കഴിയുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ഡീഫോമിറ്റി ഉണ്ടാകുക. ഡീഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കാല് വളഞ്ഞ് വരുന്ന ഒരവസ്ഥയിലേക്ക് വരിക. വളഞ്ഞു വരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോലക് ഡീഫോമിറ്റി എന്നൊക്കെ പറയും. അതായത് രണ്ട് സൈഡിലേക്കും കാല് വളഞ്ഞു വരുന്ന അവസ്ഥ. അപ്പോൾ ഇത് നമ്മുടെ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഡീജനറേഷൻ കൊണ്ട്, അതായത് മുട്ടിൻ്റെ തേയ്മാനം കൊണ്ട്, അതായത് ഒരു സൈഡിൽ കൂടുതൽ തേയ്മാനം വരാം, ചിലപ്പോൾ രണ്ട് സൈഡിലും തേയ്മാനം വരാം. മുട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസ് ഏതൊക്കെ കൊണ്ടാണ് ഈ നമ്മുടെ നീ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തുടയിൽ നേരെ ഇവിടെ വരിക. തുടയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ, അതായത് നമ്മുടെ ഫീമർ എന്ന് പറയുന്ന ഏറ്റവും ലാർജസ്റ്റ് ബോൺ ഇത് വരിക. പിന്നെ താഴേന്ന് വരുന്ന ബോൺ, ഇവിടെ നിന്ന് വരുന്ന ബോൺ ടിബിയ എന്ന് പറയുന്ന ബോണുണ്ട്. പിന്നെ പറ്റല്ല എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുചിരട്ട എന്ന് പറയുന്ന ഈ ബോണും കൂടിയിട്ടാണ് നമ്മുടെ. പിന്നെ ഫിബില എന്ന് പറയുന്ന ബോണുണ്ട്, നീ ജോയിൻറ്റ് ഫോം ചെയ്യാൻ അത് ഇല്ല, അതുകൊണ്ടാണ് ആ ബോൺ പറയാത്തത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ബോണുകളാണ് സാധാരണ രീതിയിലല്ല നമ്മുടെ ജോയിൻറ്റ്, അതായത് നീ ജോയിൻറ്റ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റാണ്, കാലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റാണ് സാധാരണ രീതിയിൽ ഇതിന് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ ആർത്രൈറ്റിസ്, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സന്ധിവാദം കൂടുക അല്ലെങ്കിൽ ആമവാദം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ഈ ഒരു ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഡീജനറേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു നോർമൽ ഷേപ്പ് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മുട്ടിൻ്റെ ഒരു നോർമൽ ഷേപ്പ് നഷ്ടപ്പെട്ട ശേഷം ഇത് എന്താ പറയുക, ഇതിൻ്റെ ഇടയിലുള്ള ആർട്ടിക്കുലർ കാർട്ടിലേജിന് ഡീജനറേഷൻ സംഭവിക്കും. ഇത് ഉരയാൻ തുടങ്ങും. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന് തേയ്മാനം ഭയങ്കരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് പല ഭാഗങ്ങളും, അതായത് മീഡിയൽ സൈഡ്, ലാറ്ററൽ സൈഡ്, ഇങ്ങനെ നമ്മുടെ അകത്തേക്കുള്ള ഭാഗം, പുറത്തേക്കുള്ള ഭാഗം, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം തേയ്മാനങ്ങൾ കൂടി വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുക, നോർമലി ഇരിക്കുന്ന ജോയിൻറ്റിൻ്റെ ഈ ഭാഗവും ഒക്കെ തേഞ്ഞ് പോകുമ്പോഴത്തേന് ഈ ജോയിൻറ്റിന് സ്വാഭാവികമായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഒരു ഘടനയിൽ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേന് കാല് വളഞ്ഞു പോകും. കാല് വളഞ്ഞു പോകുമ്പോൾ തന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നടപ്പിന് ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ വെയിറ്റ് നമ്മുടെ കറക്റ്റായിട്ട് ലോഡ് കറക്റ്റ് ലോഡ് താങ്ങാതെ വരാം. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ ഗേറ്റിനും വ്യത്യാസം വരും. നടക്കുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ സാധാരണ രീതിയിൽ വരും. ഇപ്പം നമ്മൾ ഇതിന് എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ, അവസ്ഥ സംജാതമാകുമ്പോൾ, അതായത് നമ്മുടെ തേയ്മാനം കൂടി വരുമ്പോഴത്തേന് നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കും. വളരെയധികം ബലക്ഷയം, അതായത് ക്വാഡ്സെപ്സ് എന്ന് പറയുന്ന ഈ മസിൽസിന്, അത് താഴേക്കുള്ള മസിൽസിനും ആംസ്ട്രിങ്സ് പുറകുള്ള മസിൽസിനും എല്ലാം തന്നെ ബലക്ഷയം സംഭവിച്ചു കഴിയുമ്പോൾ ഈ ജോയിൻറ്റിനെ അവിടെ കറക്റ്റ് പ്ലേസിൽ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി എന്ന് പറയും. അതായത് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ ഒരാളുടെ ഓപ്പറേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു, ഇപ്പം അടുത്ത മാസമാണ് നമ്മുടെ സർജറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വേറൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ജോയിൻറ്റ് നമ്മളവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ജോയിൻറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും, അതായത് പറ്റല ഉൾപ്പെടെയുള്ള, മുട്ടുചിരട്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്കാണ് നമ്മൾ ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് അത് തന്നെ അത് ടോട്ടൽ മുഴുവൻ മാറ്റി വെക്കുന്നത്, അല്ലാതെ യൂണിക് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബൈ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ഒരു ഭാഗം മാത്രം മാറ്റി വെക്കുക, രണ്ട് ഭാഗം മാറ്റി വെക്കുക, പിന്നെ ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റി ഉണ്ട്. മിക്കവാറും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂണിക് കമ്പാർട്ട്മെൻറ്റിലും ബൈ കമ്പാർട്ട്മെൻറ്റിലൊന്നും ചെയ്യാറില്ല. ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ആണ് സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു മുട്ടു ഇങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടി നമ്മളെ അടുത്ത മാസത്തെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. കാര്യം ഒരു ബലക്ഷയം സംഭവിച്ച ഒരു മസിലിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഇംപ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ജോയിൻറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ആ ബലക്ഷയം സംഭവിച്ച മസിലേക്ക് അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ
അത് എന്താ പറയുക പിന്നെയും അവിടെ വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായുള്ളൂ. അപ്പോൾ ഓപ്പറേഷന് മുമ്പ് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ഓപ്പറേഷൻ പോകുന്നത്. പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി എന്ന് പറയും. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയർലി നമ്മൾ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക. കാരണം ഈ സറൗണ്ടിങ് മസിൽസ് വന്ന് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. മസിൽസിൻ്റെ ടേപ്പറിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻ എന്ന് പറയും. ഈ ടെൻഡൻ എല്ലാം വന്ന് നമ്മൾ കറക്റ്റ് വെക്കുന്ന സാധനത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ മസിലിനെ നമ്മൾ ബലപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഈ വെച്ചത് കൊണ്ടൊരു പ്രയോജനമില്ലാതായി പോകും. ഓക്കെ, അങ്ങനെ മസിലിനെ ബലപ്പെടുത്തി നമ്മൾ സർജറി ചെയ്ത ശേഷം പിന്നെ നമ്മൾ എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നൊരു ചോദ്യം വരാം. ഇപ്പം മസിലിനെ ബലപ്പെടുത്തി നമ്മൾ ഇംപ്ലാന്റ് സെറ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തു, വീണ്ടും എന്തിനാണ് ഫിസിയോതെറാപ്പി ഇത് ചെയ്താൽ പോരെ. മിക്കവാറും ആളുകൾ ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആണ് വരുന്നത്. കാര്യം നമ്മൾ എങ്ങനെ ഇതിപ്പം നമ്മുടെ എന്താ പറയുക നീ ജോയിൻ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആകുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു 12 വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 months ആണ് ശരിക്കുള്ള അതിനൊരു ഫിസിയോതെറാപ്പി പീരീഡ് എന്ന് പറയുന്നത്. ഈ 3 മാസത്തിനകം നമ്മൾക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് എങ്ങനെ കാല് വളയ്ക്കായിരുന്നു, അതായത് ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു, ലോഡ് എങ്ങനെ കൊടുക്കാൻ പറ്റുമായിരുന്നു, ആ രീതിയിലേക്ക് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കണമെങ്കിൽ സർജറി കഴിഞ്ഞ് പ്രാപ്തനാക്കണമെങ്കിൽ ഒരു 12 weeks എങ്കിലും എടുക്കും. ഓക്കെ, അപ്പോൾ ഈ 12 weeks നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുക. അതായത് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ആ ദിവസം നമ്മൾ എണീപ്പിച്ച് നിർത്തുകയും കാര്യങ്ങളും എല്ലാം ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു സാധാരണഗതിയിലേക്ക് ഒരു മനുഷ്യൻ വരിക. സാധാരണഗതിയിലേക്ക് ഒരു മനുഷ്യൻ വരണമെങ്കിൽ നമുക്ക് അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇത് ഡിപ്പെൻസ് ആണ്. ചില ആളുകളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 1 month കൊണ്ട് റെഡിയാകുന്ന ആളുകളുണ്ട്. ഞാനൊരു മാക്സിമം കാലാവധിയാണ് പറഞ്ഞത് കേട്ടോ, അല്ലാതെ ആ 3 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. മാക്സിമം കാലാവധിയാണ് ഉദ്ദേശിച്ചത്. ഓരോ കേസുകളും ഓരോ മനുഷ്യനെ അനുസരിച്ചിട്ട് അതിന് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അന്നേരം ഈ മസിലിനെ നമ്മൾ ബലപ്പെടുത്തി നമ്മൾ സർജറി സെറ്റ് ചെയ്തു. സർജറി കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ആ മസിലിന് മൂവ്മെൻറ്റ്സ് കൊടുക്കണം. മൂവ്മെൻറ്റ്സ് കൊടുത്ത് കറക്റ്റായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഉദ്ദേശിക്കുന്ന പോലെയുള്ള ആ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പ്രയോജനം ലഭിക്കുകയില്ല. കാരണം നമ്മുടെ ഒരു പല ആളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം അവർ പറയുന്നുണ്ട് കാല് പഴയ പോലെ വഴങ്ങുന്നില്ല, കാല് പഴയ പോലെ കുത്താൻ സാധിക്കുന്നില്ല, അത് വെച്ചതിൻ്റെ കുഴപ്പമാണ്. പക്ഷേ വെച്ചതിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാത്തതിൻ്റെ ഒരു അപാകത കൊണ്ട് വന്നതാണ്. അപ്പം ആളുകൾക്കൊരു ധാരണ നമ്മുടെ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നടക്കാൻ പറ്റും. അത് നിങ്ങളത് ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിലോ ഒക്കെ സെർച്ച് ചെയ്താൽ പറ്റും. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി മസ്റ്റാണ്. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. കാര്യം നമുക്ക് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മീൻസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് സാധാരണ ഇരുന്നിട്ട് എഴുന്നേക്കാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥ വരുന്നുണ്ടും നമുക്ക് ദാറ്റ് മീൻസ് നമുക്ക് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആയി. അപ്പോൾ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നീ ആർത്രോപ്ലാസ്റ്റി കഴിഞ്ഞ് കാണിക്കുന്ന എക്സസൈസ് അല്ല. കാര്യം അതിനൊരു ഞാൻ പറഞ്ഞൊരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഡേ 1 day 2 അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീക്ക് ഇത്ര എക്സസൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അത് ഒരു തെറാപ്പിസ്റ്റാണ് ചെയ്യേണ്ടത്. അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള എക്സസൈസ് അതുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനാണല്ലോ നമ്മൾ സാധാരണ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതും അവസാനം നമുക്ക് ആർത്രോപ്ലാസ്റ്റിയിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ആ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് വരുമ്പോൾ നമുക്കത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ചെയർ അല്ല കേട്ടോ, അപ്പോൾ ഞാനിരിക്കുന്ന ഇതായതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചെന്നുള്ളൂ. സാധാരണ ഒരു വുഡൻ ചെയർ, ആംറെസ്റ്റുള്ള ചെയർ നമ്മൾ വെക്കുക. സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സൈഡായിട്ട് വെച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ മുട്ട് വെക്കുക കേട്ടോ. എൻ്റെ കാൽമുട്ടുകൾ അതിനോട് ചേർത്ത് തന്നെ വെക്കുക. ഓക്കെ, ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ സംഭവിക്കുക, ആ ആംറെസ്റ്റ് ഒന്ന് പിടിച്ചോണേ. അല്ലെങ്കിൽ ഒന്നാമതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും തീരുമാനമൊക്കെ ബാലൻസ് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പിടിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ച ശേഷം ഈ മുട്ടുകൾ ഇതിലുണ്ടാവും, ഈ ഒരു മുട്ട് കറക്റ്റ് നമ്മുടെ കസേരയിൽ ടച്ച് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇരിക്കുക. മനസ്സിലാക്കും, ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് ഇരിക്കുമ്പോഴത്തേന്. എന്നിട്ട് അതുപോലെ തന്നെ എഴുതുക. അത് കാലം മാറ്റുന്നത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ തന്നെ. മനസ്സിലാക്കും. ഇപ്പം ഇതിപ്പോൾ റിവോൾവിംഗ് ചെയർ ആയതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചെന്നേ ഉള്ളൂ. മറ്റൊന്ന് കസേര ആംറെസ്റ്റ് പിടിച്ചു, കസേര എന്തെങ്കിലും പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, കണ്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുകയും നല്ല പെയിനും പിടുത്തവും മുട്ടിനുണ്ടാവും. അതൊക്കെ സഹിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അത് സ്റ്റിഫ്നെസ് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ, അകന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇരിക്കാം, അതുകൊണ്ട് കാര്യമില്ല. ഇത് നേരെ അടുപ്പിച്ച് വെച്ച ശേഷം അതൊക്കെ നമ്മൾ കണ്ടു ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. ഇതൊരു എക്സസൈസാണ് നമുക്ക് തന്നെ ചെയ്യുന്നത്. ഇനി നമ്മൾ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഉള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിലൊരാളെ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യിക്കാവുന്ന ഒരു എക്സസൈസ് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ട എക്സസൈസാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ഒന്നും, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മുട്ടിന് സ്റ്റിഫ്നെസ് വന്നു കഴിയുമ്പം ആ സ്റ്റിഫ്നെസ് മാറ്റാൻ വേണ്ടി നമ്മൾ കണ്ടോ, ഈ ഇപ്പം ഇദ്ദേഹത്തിന് മുട്ടിന് സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ഒരു ഇത്രയും ഭാഗം മടങ്ങുള്ളൂ.
ഇതിൽ കൂടുതൽ മടക്കാൻ പറ്റില്ല. അദ്ദേഹം നോർമലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് സ്റ്റിഫ്നെസ് ഉള്ള ഒരാൾക്ക് ഇത്രയും മടങ്ങാൻ പറ്റുള്ളൂ, അതിനപ്പുറം വരികയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോളോ ടവൽ എടുക്കുക. നമ്മൾ കണ്ടോ ഈ മുട്ടിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളിങ്ങനെ ഇടുക. വേറൊരാളാണ് ചെയ്യേണ്ടത്, ബൈസ്റ്റാൻഡറെ പഠിപ്പിച്ച് കൊടുക്കേണ്ടതാണേ. എന്നിട്ട് ഇത് കണ്ടോ, ഇത് മാക്സിമം നമ്മുടെ കയ്യിൽ ഈ മുട്ട് പൊങ്ങണം. അത്യാവശ്യം ആരോഗ്യമുള്ളവരായിരിക്കണം കേട്ടോ, അല്ല മുട്ട് പൊക്കാൻ പ്രാപ്തി ഇല്ലാത്തൊരു പറ്റുകയില്ല. സോ നമ്മൾ ഇങ്ങനെ മുട്ട് പൊക്കി വെക്കുക. എന്നിട്ട് ഇപ്പം മുട്ട് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുക, കാലിങ്ങനെ ഹാങ് ചെയ്തെടുക്കില്ല. എന്നിട്ട് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അകത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, മനസ്സിലായതോ? എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക, മാക്സിമം പ്ലേസ് ചെയ്യുക. ആദ്യം പെയിനൊക്കെ എടുക്കും, മുട്ട് സ്റ്റിഫ്നെസ് ഉള്ള ആൾക്ക് മൈൻഡ് ചെയ്യണ്ട, പിന്നെ വിടുക. പൊക്കി ഇങ്ങനെ പിടിച്ച ശേഷം മാത്രം അകത്തേക്ക് കൊണ്ടുവരിക. പിടി കിട്ടിയോ? എന്നിട്ട് അതവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. നമ്മളിത് ആദ്യം പൊക്കിയെടുക്കുക, ഇതിങ്ങനെ ഹാങ് ചെയ്തെന്ന് ഉറപ്പായ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഇങ്ങനെ കൊടുക്കുക. ഇത് സ്റ്റിഫ്നെസ് മാറാനുള്ളൊരു എക്സസൈസാണ്. പിന്നെ ചെറിയൊരു മൊബിലൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കാലിത്രേ വരുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഗ്രാസ്പ് ഈ പോർഷനിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തള്ളണം. അറ്റ് ദ സെയിം, അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ, ഈ ജോയിൻറ്റിന് ഒരു സ്പേസ് കൊടുക്കുക, ഒരു ജോയിൻറ്റ് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് തള്ളിയ ശേഷം ഈ വിരൽ കൊണ്ട് ജസ്റ്റ് 2 തമ്പുണ്ടല്ലോ, തമ്പ് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ തള്ളുക. വലിച്ച് പിടിച്ചുകൊണ്ട് വേണം തള്ളാൻ കേട്ടോ. അങ്ങനെ ഒന്ന് മുട്ടൊന്ന് അനക്കുക ഇവിടെ. ഇത് വേറൊരു ടെക്നിക്കാണ്. ആദ്യം അകത്തുനിന്ന് കൈ കൊണ്ട് ഇങ്ങനെ തള്ളിയ ശേഷം ഈ വിരൽ കൊണ്ട് ഇങ്ങനെ മുട്ടിനോട് ചെയ്യുക. ഇത് രണ്ടും വേറൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ട എക്സസൈസാണ്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മാറാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒരു 65 വയസ്സ് അല്ലെങ്കിൽ ഒരു 65-നും 70-നും ഇടയ്ക്കൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അതിനു മുമ്പ് തേയ്മാനം സിവിയർ ആണെങ്കിൽ ചെയ്യുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65-നും 70-നും അല്ലെങ്കിൽ ഒരു 60 കഴിഞ്ഞായിരിക്കും സാധാരണ ഇതിൽ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള ആളുകൾ ഒന്നും ഭയപ്പെടേണ്ട. അവർ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് തന്നെ നമ്മളെ കാലുകളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച എക്സസൈസ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ളതല്ല, ഒരു ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സിന് വേണ്ടി നമുക്ക് സാധാരണ വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസാണ് കാണിച്ചത്. പിന്നെ ഇത്തരം വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബനി. നമസ്കാരം.